എല്ലാവർക്കും നമസ്കാരം. ഒരു കമ്പനിയെ ശരിക്കും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കൃത്യമായി അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട് എന്ന കമ്പനിയെ ഒരു കേസ് സ്റ്റഡിയായി എടുത്ത് അതിനെ എങ്ങനെ ആഴത്തിൽ വിശകലനം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുടങ്ങുന്നതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഈ കാണുന്ന വിശകലനം പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രം തയ്യാറാക്കിയതാണ്. ഇതിനെ ഒരു കാരണവശാലും ഒരു സാമ്പത്തിക ഉപദേശമായി കാണരുത്. സ്വന്തമായി കാര്യങ്ങൾ പഠിച്ച് ഗവേഷണം ചെയ്ത് മാത്രം തീരുമാനങ്ങളെടുക്കുക, കേട്ടോ? അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനിയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് ഭാഗങ്ങളുള്ളൊരു കളിയാണ്. ഒന്നാമത്തത് ആ കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം, അതായത് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് നോക്കണം. രണ്ടാമത്തത് മാർക്കറ്റിൻ്റെ പൾസ്, അതായത് നിക്ഷേപകർ ഈ കമ്പനിയെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. നമുക്ക് ഈ രണ്ട് വശങ്ങളും ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. ആദ്യം തന്നെ നമ്മൾ വിശകലനം ചെയ്യുന്ന ഈ കമ്പനിയെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട്. നമ്മൾ ചുരുക്കി GPIL എന്ന് പറയും. ഇന്ത്യയിലെ സ്റ്റീൽ പവർ സെക്ടറുകളിലെ ഒരു പ്രധാന കളിക്കാരനാണിത്. അവരുണ്ടാക്കുന്ന സ്റ്റീൽ ഉൽപ്പന്നങ്ങളൊക്കെ രാജ്യത്തിന്റെ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളുമൊക്കെ പണിയാൻ അത്യാവശ്യമാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടൊരു മേഖലയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനി എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതായത് അതിൻ്റെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ഭദ്രമാണെന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഫണ്ടമെന്റൽസ് അല്ലേ? ഈ കാണുന്ന ഒരുപാട് കണക്കുകൾ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ മാത്രം ശ്രദ്ധിക്കാം. അതാണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അത് നോക്കൂ, വെറും 0.04. ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് കാര്യമായ കടബാധ്യതകളില്ല. നമ്മൾ വ്യക്തിപരമായി കടം കുറവാണെങ്കിൽ സമാധാനമായി ഉറങ്ങില്ലേ? അതുപോലെ തന്നെയാണ് കമ്പനികളുടെ കാര്യവും. ഇത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വാക്കാണ് ROCE. പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ കമ്പനി അതിന്റെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് എത്ര കാര്യക്ഷമമായി ലാഭമുണ്ടാക്കുന്നു എന്നതിന്റെ ഒരു അളവുകോലാണിത്. GPILന്റെ ROCE നോക്കൂ, 23.2%. അതായത് ഓരോ 100 രൂപ മുടക്കുമ്പോഴും അവർക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇത് വളരെ മികച്ചൊരു പ്രകടനമാണ്. ഓക്കെ, ഇനി ഇവരുടെ ഏറ്റവും പുതിയ പ്രകടനമൊന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ വരുമാനത്തിലും ലാഭത്തിലും ഒരു ചെറിയ കുറവ് കാണുന്നുണ്ട്, അല്ലേ? പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് കാരണം കമ്പനിയുടെ ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ആഗോള വിപണിയിൽ സ്റ്റീലിന്റെ വില കുറഞ്ഞതുകൊണ്ടാണ്. അതായത് കമ്പനിയുടെ ഭാഗത്ത് പിഴവില്ല, മാർക്കറ്റ് കണ്ടീഷൻസ് ആണ് കാരണം. അപ്പോൾ ഈ സാഹചര്യങ്ങളെ നേരിടാൻ കമ്പനിയുടെ പ്ലാൻ എന്താണ്? നമുക്ക് കമ്പനിയുടെ ചെയർമാൻ പറയുന്നത് തന്നെ ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നത് കാര്യക്ഷമത കൂട്ടിയും സോളാർ എനർജി ഉപയോഗിച്ച് ചെലവ് കുറച്ചും മുന്നോട്ടു പോകാനാണ് അവരുടെ പ്ലാനെന്നാണ്. അതായത് അവർ പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറാണ്. ശരി, ഇതുവരെ നമ്മൾ സംസാരിച്ചത് കമ്പനിയുടെ ഉള്ളിലെ കാര്യങ്ങളാണ്, അതിന്റെ ഫണ്ടമെന്റൽസ്. ഇനി നമുക്ക് പുറത്തേക്ക് വരാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകൾ, നിക്ഷേപകർ, ഇവരൊക്കെ ഈ കമ്പനിയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന ടൂൾ ഈ സ്റ്റോക്ക് ചാർട്ട് തന്നെയാണ്. ഇത് വെറുമൊരു ഗ്രാഫല്ല, ഇത് മാർക്കറ്റിലെ ആളുകളുടെ പ്രതീക്ഷകളുടെയും പേടികളുടെയും ഒരു ചിത്രമാണ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം സ്റ്റോക്കിന്റെ ട്രെൻഡ് മുകളിലേക്കാണ്. ടെക്നിക്കൽ ഭാഷയിലെ EMA, MACD പോലുള്ള സൂചകങ്ങളെല്ലാം ബുള്ളിഷ് സിഗ്നലാണ് കാണിക്കുന്നത്. ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്നർത്ഥം. ലളിതമായി പറഞ്ഞാൽ മാർക്കറ്റിലെ ഭൂരിഭാഗം ആളുകളും കരുതുന്നത് ഈ സ്റ്റോക്കിന്റെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ അടിസ്ഥാനം സ്ട്രോങ് ആണ്, മാർക്കറ്റിലെ കാഴ്ചപ്പാടും പോസിറ്റീവാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭാവിയിലേക്ക് ഇവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് അവരുടെ വളർച്ചാ പദ്ധതികളിലേക്കൊന്ന് കണ്ണോടിക്കാം. അവരുടെ മുന്നിലുള്ളത് 3 വലിയ പദ്ധതികളാണ്. 1, ഒരു പുതിയ സ്റ്റീൽ കോംപ്ലക്സ്. 2, ബാറ്ററി എനർജി സ്റ്റോറേജ് രംഗത്തേക്കുള്ള ഒരു വലിയ കാൽവെപ്പ്. 3, അവരുടെ സോളാർ പവർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. ഈ 3 കാര്യങ്ങളും കാണിക്കുന്നത് എന്താണ്? അവർ അവരുടെ പ്രധാന ബിസിനസ്സിൽ വളരുന്നതിനൊപ്പം ഭാവിയുടെ ടെക്നോളജിയിലേക്കും നിക്ഷേപിക്കുന്നുണ്ട്. ഇതിലാ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ BSS എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഊർജ്ജം സംഭരിച്ചു വെക്കുന്ന ഈ ടെക്നോളജിക്ക് ഭാവിയിൽ വലിയ ഡിമാൻഡ് വരാൻ പോവുകയാണ്. അപ്പോൾ അത്രയും വളർച്ചാ സാധ്യതയുള്ള ഒരു മേഖലയിലേക്കാണ് അവർ ഇറങ്ങിച്ചെല്ലുന്നത്. ഈ പ്രൊജക്റ്റിനായി അവർ മുടക്കാൻ പോകുന്ന തുക എത്രയാണെന്നറിയാമോ? 1025 കോടി രൂപ. ഇതൊരു ചെറിയ കളിയല്ലെന്ന് ഈ ഒരൊറ്റ സംഖ്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു പ്രഖ്യാപനമാണ്. ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. അവർക്ക് കൃത്യമായ ഒരു ടൈം ലൈനുണ്ട്. ഓരോ പ്രോജക്റ്റും എപ്പോഴേക്കും പൂർത്തിയാക്കുമെന്ന് അവർക്ക് വ്യക്തമായ പ്ലാനുണ്ട്. ഇത് കാണിക്കുന്നത് വെറും സ്വപ്നങ്ങളല്ല, നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളാണ് ഇവയൊക്കെ എന്നാണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു.
കമ്പനിയുടെ ഫണ്ടമെന്റൽസ് അതിന്റെ ഭൂതകാലത്തെയും ഇപ്പോഴത്തെ കഴിവിനെയും കാണിക്കുന്നു. ടെക്നിക്കൽസ് ആകട്ടെ മാർക്കറ്റ് അതിനെക്കുറിച്ച് ഇപ്പോഴെന്ത് ചിന്തിക്കുന്നു എന്നും കാണിക്കുന്നു. ഈ രണ്ട് വിവരങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി നിങ്ങൾ പറയൂ, ഈ കമ്പനിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഈ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് ഒരു നിക്ഷേപ ഉപദേശമല്ല, മറിച്ച് പഠനാവശ്യത്തിനുള്ള ഒരു വിശകലനം മാത്രമാണ്. പണം മുടക്കുന്നതുപോലുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് തീർച്ചയായും ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുക.